സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ എനിക്ക് സ്ക്രീനിൽ കാണാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു 28 വർഷം എടുത്തു വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം, ചെയ്യാണ്ട് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ബൈജു എഴുകുന്ന നമ്മൾ യൂസ് ചെയ്യാത്തൊരു നടനാണ് ശരിക്കും പറഞ്ഞു. 10, 300, 400ഓളം പടം ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ ഒന്നും നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പുതിയൊരു വനിതാ എഡിറ്റർ വന്നു, കളറിസ്റ്റ് അഞ്ജന എന്ന് പറയുന്ന പുതിയൊരു കുട്ടി. സാഗർ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാമറാമാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവിടെ മലയാളത്തിൽ വന്നു. എൻ്റെ കരിയറിൽ ഒരു നല്ല സിനിമയുണ്ടായി. ഇതൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ല. കുറെ സിംബോളിസംസ് യൂസ് ചെയ്ത പോലെ ഫീൽ ചെയ്തു. അതായത് കുറെ അത് ഒരു ഫണ്ണി ടോണോട് കൂടി കുറെ എലമെന്റ്സ് വന്നു പോകുന്നുണ്ട്. അതിന്റെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാ വന്നത്? എഴുത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പലതും. ഇല്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ. എഴുത്തിലൂടെ ഫലിപ്പിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ പലപ്പോഴും ഡെവലപ്പ് ചെയ്യുക, ആ ലൊക്കേഷൻ, ആ റൂം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിലെ സാധ്യതകൾ. അപ്പൊ ഞാനൊക്കെ അങ്ങനെ നോക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഈ ഓഡിയൻസിന് വർക്കാവുന്ന എലമെന്റ്സ് എന്ന് നമ്മൾ പറയുമ്പം ഇപ്പം നമ്മൾ പൊതുവെ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്നല്ലെങ്കിൽ ഇപ്പോഴല്ല കുറേ കാലങ്ങളായിട്ട് തന്നെ ഇൻഡസ്ട്രിയിലുള്ളതാണ് ഒരു സക്സസ് ഫോർമുല. അതായത് ഒരു സിനിമയ്ക്ക് ഇത് ഷുവർ ഷോട്ടാണ്. ഇപ്പോൾ KGF പോലുള്ള പടം അതൊക്കെ ഒരു ഷുവർ ഷോട്ട്, ഇത് എന്തായാലും സക്സസ് ആകുമെന്ന് ഉറപ്പുള്ള സംഭവങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഫോർമുല ജനറലി ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് നമ്മളൊരു വളരെ ഓഡായിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് വന്ന ഒരു ഡയറക്ടർ, ഇപ്പം സാർ ഇപ്പം ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്, ഇപ്പോൾ ഒരു പുതിയൊരു ഡയറക്ടർക്ക് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ട്രൈ ചെയ്യണമെങ്കിൽ അത് എത്രത്തോളം ഡെയറിങ് ആയിരിക്കും? ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഒരു സിനിമ നന്നായി എന്ന് പറഞ്ഞിട്ട് അതേപോലത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നന്നാവണമെന്നില്ല. കാരണം ആ സിനിമ നന്നായതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് ആ സിനിമ തന്നെയാണ്, അതിൻ്റെ പിന്നിൽ നല്ലൊരു തിരക്കഥയുണ്ട്, നല്ലൊരു ഫിലിം ഡയറക്ടറുണ്ട്, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഉണ്ട്, ടെക്നിക്കൽ സൈഡിൽ അധ്വാനിച്ചവരെല്ലാവരും ഉണ്ട്, ലൊക്കേഷൻ, ആ സിനിമ ഇറങ്ങിയ സമയം, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ അടക്കമാണ് ആ സിനിമ നന്നായിരിക്കുന്നത്. അതൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ വയലൻസ് അതുപോലുള്ള കാര്യങ്ങൾ അരങ്ങ് വാഴുമ്പോഴെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. എല്ലാ വയലൻസ് സിനിമകളും വിജയിക്കുന്നില്ല, പക്ഷെ ചില വയലൻസ് സിനിമകൾ ഭയങ്കരമായിട്ട് വിജയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ നമുക്ക് വയലൻസിനൊരു ന്യായീകരണം ഉണ്ടെങ്കിൽ അത് വർക്കാവും തോന്നുന്നു. വെറുതെ അടിപിടി ചുമ്മാ കണ്ട് വെറുതെ തല്ലും ബഹളം ആയി കഴിഞ്ഞാൽ ഇത് എന്തിനു ചെയ്തു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന് നമുക്ക് പ്രേക്ഷകനൊരു ഉത്തരം പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു, അയാൾ ചെയ്തത് ശരിയാണ് എന്ന് പ്രേക്ഷകൻ തന്നെ ആൻസർ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഈ വിശേഷത്തിൽ തന്നെ ഒരു സീക്വൻസ് ഉണ്ട്, എൻ്റെലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരാൾക്കൊരു തല്ല് കൊടുക്കേണ്ടിയിരുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മളവിടെ ഒരു അടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞൊരു പോയിന്റ് അത്. ഒരു ക്യാരക്ടർ, നമ്മളൊരു ദിലീഷിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ദിലീഷിൻ്റെ ക്യാരക്ടർ വന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നതാണ്. ഞാൻ തിയേറ്ററിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സീൻ. നമ്മള് അപ്പോൾ അവിടെ ആ അടി കൊടുക്കുന്നതിന് ആൾക്കാർ കൈയടിച്ചിട്ടുണ്ടോ? പല തിയേറ്ററിലും ഞങ്ങൾ കൈയടിച്ച് അതവിടെ വേണ്ടിയിരുന്നു, കറക്റ്റ് വേണ്ട സമയത്ത് അത് കിട്ടിയത് നന്നായെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് കൊടും വയലൻസ് സിനിമകൾക്കൊക്കെ പലതും വിജയിക്കുന്നതിന്റെ പിന്നിൽ അതിന് കാരണങ്ങളുണ്ടാവാം. വിശേഷത്തില് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കുറെ എലമെന്റ്സ് എന്ന് പറഞ്ഞാല് കുറെ സിംബോളിസംസ് യൂസ് ചെയ്ത പോലെ ഫീൽ ചെയ്തു. അതായത് അത് ഒരു ഫണ്ണി ടോണോട് കൂടി കുറെ എലമെന്റ്സ് വന്നു പോകുന്നുണ്ട്. അതിന്റെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാ വന്നത് ശരിക്കും? എഴുത്തിന്റെ ഒരു ഫ്ലോയില് അങ്ങനെ എഴുത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പലതും. ഇല്ലാത്ത കാര്യങ്ങൾ എല്ലാം എഴുത്തിലുള്ളതല്ല. എന്നുവെച്ചാൽ നമ്മള് എഴുത്തിലൂടെ ഫലിപ്പിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സീൻ കിട്ടുമ്പോൾ അതിനെ നമ്മൾ പലപ്പോഴും ഡെവലപ്പ് ചെയ്യുക, ആ ലൊക്കേഷൻ, ആ റൂം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിലെ സാധ്യതകൾ. അപ്പം ഞാനൊക്കെ അങ്ങനെ നോക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബീച്ച് സീക്വൻസിൽ അവിടെ ഒരു മരക്കുറ്റി ഉണ്ട്. അവിടെ ആ മരക്കുറ്റിക്ക് മേലെ ഒരു പരുന്തിനെ വെച്ചാൽ നന്നാവും, പറക്കാത്ത പരുന്ത്. ഇത് നമ്മൾ ഇപ്പം നമ്മളൊരു റൂമിൽ ചെന്ന് അവിടുത്തെ ബെഡ്, മേശ, അവിടെ ഇരിക്കുന്ന പുസ്തകം, ഇതിനെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ സീനും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വർത്തമാനം പറഞ്ഞു തീർക്കാം. സത്യം പറഞ്ഞാൽ നായകൻ പറയുന്നു, അപ്പുറത്ത് നായിക പറയുന്നു, അതിനങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ക്യാമറ വെച്ചാൽ ഇതും ആ സീൻ ഇങ്ങനെ എടുക്കാം, ശരിയല്ലേ? പക്ഷെ ആ സീനിന് കൊടുക്കുന്ന ഒരു കൊറിയോഗ്രാഫി എന്ന് പറയുന്ന സാധനം അതൊരു പ്രോസസ്സാണ്. അത് പലപ്പോഴും നമുക്കത് സ്ക്രിപ്റ്റിൽ കാണാത്തൊരു കാര്യമാണ്. നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം,
അന്തരീക്ഷത്തിൽ നിന്ന് ഡെവലപ്പ് ആവുന്ന കാര്യങ്ങളാണ്. ചില ബോഡി മാനർസങ്ങൾ, Right. ചില രീതിയിൽ ഇരുന്നാൽ നന്നാവും, ചില രീതിയിൽ കിടന്നാൽ നന്നാവും, ചെരിഞ്ഞ് കിടന്നാൽ നന്നാവും, അങ്ങനത്തെയൊക്കെ ചില സാധനങ്ങൾ. അത് ഒരു എക്സ്പ്ലനേഷൻ അതിനില്ല, അത് അങ്ങനെ സംഭവിക്കും. അത് പറഞ്ഞു വെക്കുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ലീഡ് ചെയ്യുന്ന ആനന്ദ് ചേട്ടൻ ഈസ് എ ബ്രില്യൻ്റ് ആക്ടർ. നല്ല രീതിയിൽ ആ ക്യാരക്ടറിന് ആവശ്യമായ കാര്യങ്ങൾ കറക്റ്റ് മീറ്ററിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ടൈം ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ കുറേയൊക്കെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാറിൻ്റെ ഒരു ടച്ച് ഒരുപാട് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. അങ്ങനെ ഒരു നല്ലൊരു മോൾഡിങ് നടന്നിട്ടുണ്ട് ശരിക്കും അവിടെ. മോൾഡിങ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആനന്ദ് ഈ കഥാപാത്രം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ എല്ലാ തിരക്കഥാകൃത്തുക്കൾക്കും അഭിനയിക്കാൻ പറ്റണമെന്നില്ല. കാരണം ചിലർക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് ഒന്നും ചെയ്യാൻ അറിയില്ല, പക്ഷെ അവരുടെ തലയിൽ നല്ല സാധനം ഉണ്ടാവും, നന്നായിട്ട് അവർക്കത് പേപ്പറിൽ ഫലിപ്പിക്കാൻ കഴിയും. അവർക്കത് വർത്തമാനം പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല. പലർക്കും വർത്തമാനം പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാവുന്ന പലർക്കും കോൺഫിഡൻസ് ഉണ്ടാവില്ല സ്ക്രീനിന് മുന്നിൽ വരാൻ, ക്യാമറയ്ക്ക് മുന്നിൽ വരാനായിട്ട്. ഇതൊക്കെ ഘടകങ്ങളാണ്. അപ്പോൾ ആനന്ദിന് നന്നായി വർത്തമാനം പറഞ്ഞത് ഫലിപ്പിക്കാൻ അറിയാം. ആനന്ദിന് നല്ല കോൺഫിഡൻസും ഉണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ എന്തും കാണിക്കാനുള്ള കോൺഫിഡൻസ് ആനന്ദിനുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചോളം അതിന് നന്നായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ആനന്ദിനെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ സൈഡ് അവിടെ സേഫാണ്. പിന്നെ എനിക്ക് ആനന്ദിനെ കറക്റ്റായിട്ട് കൃത്യമായി ആനന്ദിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് ആനന്ദിനെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. കുഞ്ഞു മാനറിസങ്ങൾ, ഈ മാനറിസങ്ങൾ പിടിക്കുക എന്ന് പറയുന്ന സാധനമാണ് എൻ്റെ പണി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ചിലയിടത്ത് നമ്മൾ ആനന്ദ് ഇതാണ് സാധനം, ഇത് ചെയ്തോ, അവിടെ നിന്ന് ഇങ്ങനെ ചിന്നുവിനെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ ആനന്ദ് ചിലപ്പോൾ ചെയ്യാൻ ഫസ്റ്റ് ഞാൻ വിടും. ഫസ്റ്റ് എന്താണ് ആനന്ദിൽ നിന്ന് എന്ത് വരുന്നു, ഒരു സംഭവം ആനന്ദ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഐഡിയ വീണ്ടും കത്തും. ഇതിനെ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്തോ, എന്നാൽ ഇച്ചിരി നന്നാവും എന്നാൽ അടുത്തൊരു ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ ഒരു സാധനം കാണുമ്പോൾ എനിക്ക് കൂടുതലും സ്ട്രൈക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. എനിക്കൊരു സാധനം ഫസ്റ്റ് കണ്ടാൽ എനിക്ക് അതിൽ ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റും നന്നായിട്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മളിതിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരാൾ എഴുതിയ ആൾ തന്നെ അതിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോഴത്തെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്, ഈ കഥാപാത്രത്തിൻ്റെ ഒരു മീറ്റർ അയാളുടെ മനസ്സിൽ ഫിക്സാണ്. അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട, ഇതിനിടയിലുള്ളൊരു സംഭവം. അങ്ങോട്ട് പോകേണ്ടതാണെങ്കിൽ അത് ഇത്രത്തോളം പോവാം. ഈ ഒരു സാധനം അവിടെയും വ്യക്തമാണ്. ഇതൊരു വേറൊരു ആക്ടറെ പറഞ്ഞ് മനസ്സിലാക്കി ആക്ടറുടെ മനസ്സിൽ പോകുന്ന ചിന്ത വേറെ ആയിരിക്കും. ആ കാര്യം കുറച്ച് ഈസിയാണ്. അപ്പോൾ ഇതിന് ഈ മീറ്റർ വെച്ചിട്ട് എങ്ങനെ ആനന്ദ് തരുന്നു ഫസ്റ്റ് ഒരു സാധനം. അപ്പോൾ അത് ടോട്ടൽ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ മീറ്റർ എന്താണെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഇവിടെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് മോൾഡ് ചെയ്ത് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് പിന്നെ നമ്മളവിടെ പിടിക്കുന്ന ഒരു പരിപാടി. ഇതിലെ കാസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെൻറ്റ്സിന്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാധാരണ ഓഡിയൻസിൻ്റെ ഇടയിൽ എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ എനിക്ക് സ്ക്രീനിൽ കാണാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു 28 വർഷം എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞൊരു 5 വർഷം എടുത്താൽ മേ ബി എന്നെ പോലെ സാധാരണക്കാരായ അല്ലെങ്കിൽ അതുപോലെ കുറേ പേർക്ക് പറയാൻ പറ്റുമായിരിക്കും എന്നെയൊക്കെ എന്നെ പോലെ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയാനൊരു സിറ്റുവേഷൻ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അത് ഒരു ജനറൽ ഒരു ഗ്ലോബൽ ലെവലിലൊന്നും എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ട്, എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ? ഇല്ല, ഇത് നമ്മൾ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് അങ്ങനെ തന്നെ പോവാന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം. ഇതൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം, ചെയ്യാണ്ട് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ആരെങ്കിലും അത് ചെയ്യുമ്പോൾ ഇപ്പോൾ വിശേഷം എന്ന സിനിമ തന്നെ അതിനൊരു എക്സാമ്പിളാണ്. ഞങ്ങളത് ചെയ്തു, നമ്മളതിനെ ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് നമ്മളത് ചെയ്തതുകൊണ്ട് മലയാളത്തിന് പുതിയൊരു നടനെ കിട്ടി. ചിന്നു ഓൾറെഡി ഇവിടെ ഉള്ളയാളാണ്. പിന്നെ ബൈജു എഴുപുന്ന നമ്മൾ യൂസ് ചെയ്യാത്തൊരു നടനാണ് ശരിക്കും പറഞ്ഞാൽ. ബൈജു എഴുപുന്ന 10, 300, 400ഓളം പടം ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ ഒന്നും നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പുള്ളിയെ നമ്മൾ നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേഴ്സ് അടക്കമുള്ള കുറേ കഥാപാത്രങ്ങൾ ഇതിലൂടെ വന്നു. പുതിയൊരു വനിതാ എഡിറ്റർ വന്നു, നമ്മുടെ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു മാളവിക എന്ന് പറഞ്ഞൊരു എഡിറ്റർ വന്നു. നമ്മൾ ബീന പോൾ മാമിന് ശേഷം അങ്ങനെ ഒരു ലേഡി എഡിറ്ററുടെ പേര് പറയാൻ പറ്റുമോ? ആരുമില്ലല്ലോ. അവിടെയാണ് ഇപ്പോൾ മാളവിക വന്നത്. കളറിസ്റ്റ് അഞ്ജന എന്ന് പറയുന്ന പുതിയൊരു കുട്ടി ഒരു ലേഡി എഡിറ്ററായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നു. സാഗർ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവിടെ മലയാളത്തിൽ വന്നു. എൻ്റെ കരിയറിൽ ഒരു നല്ല സിനിമയുണ്ടായി.
എൻ്റെ പേരിലൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായി. ഇത്രയും കാര്യങ്ങൾ ഈ സിനിമയിൽ, പിന്നെ ഒരുപാട് ആൾക്കാർ, അതിനേക്കാളൊക്കെ ഉപരി സിനിമ കണ്ട് ഇത്രത്തോളം പ്രേക്ഷകർ ഹാപ്പിയായി, അത് നിസ്സാര കാര്യമല്ല. ഇതിനേക്കാളൊക്കെ മേലെയാണ് അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. എന്തുമാത്രം കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പം നമ്മളായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത 150-150ഓളം ആൾക്കാർക്ക് ഞങ്ങളൊരു നല്ല സിനിമയുടെ ഭാഗമായെന്ന് അഭിമാനത്തോടെ പറയാവുന്ന അവസ്ഥയുണ്ടായി. ഇതൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ല. ആനന്ദ് ഇപ്പം തന്നെ ആനന്ദിൻ്റെ അടുത്ത് പല പല കഥകൾ വരുന്നുണ്ട് കേൾക്കാനായിട്ട്, അഭിനയിക്കാനായിട്ട്. അത് അങ്ങനെ ഒരാൾ വന്നതുകൊണ്ടല്ലേ. എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ പല പല വിളികൾ വരുന്നുണ്ട്. അത് എൻ്റെ മുൻ സിനിമകളിൽ നിന്നും ആൾക്കാർക്ക് ഈ സിനിമ വേറിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇപ്പം നമുക്ക് ഈ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പല ഫിലിം മേക്കേഴ്സും വിളിച്ചു പറഞ്ഞു അവർക്കിതൊക്കെ ഭയങ്കര പ്രചോദനമായി. ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ, കഥാപാത്രത്തിന് സിനിമയ്ക്ക് അനുയോജ്യമായ കാര്യം ചെയ്യാൻ, സിനിമയോട് 100% നീതി പുലർത്തുന്ന പരിപാടി ചെയ്യാൻ. ഇപ്പോൾ ഒരു സബ്ജക്റ്റുമായിട്ട് കാലങ്ങളായിട്ട് ആർട്ടിസ്റ്റുകളുടെ പിന്നാലെ അലഞ്ഞു നടക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഈ അലച്ചിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്ജക്റ്റിന് പറയേണ്ട സമയത്ത് പറയണമെന്ന് പറയുന്ന സാധനമുണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് പോകും. അപ്പം ഞങ്ങൾ തന്നെ വിശേഷം കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയും ഈ ഓൾമോസ്റ്റ് ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുള്ള ഇൻഫെർട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള ചില ചർച്ചകൾ വേറെ നടപ്പുണ്ടാവാം. ആ ഏതെങ്കിലും സിനിമ ഞങ്ങൾക്ക് മുന്നേ വന്നിരുന്നെങ്കിൽ നമ്മൾ പറയുന്ന സബ്ജക്റ്റിന് റെലവൻസ് ഉണ്ടാവില്ല. അപ്പോൾ പറയേണ്ട കാര്യം ഇമ്മീഡിയറ്റ് പറയുക. അതിനുവേണ്ടി ഒരുപാട് കാത്തിരിക്കും തോറും സബ്ജക്റ്റ് പഴകിപ്പോവും. സബ്ജക്റ്റ് അപ്പം നമ്മൾ ചില സിനിമയെ കാണുമ്പോൾ നമുക്കതിന് ഭയങ്കര പഴമ ഫീൽ ചെയ്യുന്നത് അത് പഴയത് തന്നെയാണ്. 5 കൊല്ലം മുന്നേ ആലോചിച്ച സബ്ജക്റ്റ് ഇപ്പോഴാണ് ആർട്ടിസ്റ്റിന് ഡേറ്റ് ഒത്തു വന്നിരിക്കുന്നത്. അന്നേരം ചെയ്തു, സ്ക്രിപ്റ്റ് തൊട്ടിട്ടില്ല, അതേപടി എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്ര കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത്. ശരിക്കും സർ ഈ പ്രൊഡക്ഷൻ സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് 2 ഫിലിംസ് എന്ന് പറഞ്ഞ് ആ പ്രൊഡക്ഷൻ നെയിമിന് തന്നെ ഒരുപാട് റെലവൻസ് അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. സാർ അതിനെക്കുറിച്ച് സാർ എന്താ പറയുള്ളത്? അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, STEP, സൂരജ് ടോം എൻ്റർടൈൻമെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ. ഈ ഓരോ വാക്കിൻ്റെ ആദ്യത്തെ ലെറ്ററാണ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2 ഫിലിംസ് എന്ന് പറയുന്ന സാധനം. അത് 2 നമുക്ക് സിനിമയിലേക്കുള്ള എൻട്രിയാണ് പലർക്കും. ഇപ്പം നമ്മൾ ഇതിൽ തന്നെ എത്ര ആൾക്കാരെ എൻ്ററാക്കി. അതേപോലെയുള്ളൊരു അത് നല്ലതിനെ സ്വീകരിക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈവൻ നമ്മുടെ ലോഗോ വരുന്ന ഒരു ആനയാണ്. നമ്മുടെ ചിന്തകളൊക്കെ ഇച്ചിരി വലിപ്പമുള്ളതാണ്. അതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, ചിന്തകൾ എന്നുള്ളതല്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഇച്ചിരി വലിപ്പമുള്ള ആഗ്രഹങ്ങളാണ്. ആനയോളം വലിപ്പമുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു ലോഗോയുടെയും ഒക്കെ പിന്നിൽ. അപ്പോൾ അത് ശരിക്കും അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയും കൂടെയാണ് ശരിക്കും ഈ വിശേഷം എന്നുള്ള മൂവിയിലൂടെ നമുക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും സാർ എന്നെപ്പോലുള്ള സാധാരണ ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ബോൾഡ് അറ്റംപ്റ്റ് ആൻഡ് സക്സസ്ഫുൾ അറ്റംപ്റ്റ് എന്ന് തന്നെ പറയണം. ഇപ്പോൾ എന്തായാലും സക്സസ്ഫുള്ളായിട്ട് 4th വീക്കിലേക്ക് പടം കടന്നിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് സക്സസ്ഫുള്ളായിട്ട് പടം ഓടട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് അസ് ദിസ് ടൈം. സാർ എന്താ ഓഡിയൻസിനോട് അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ളത്? ശരിക്കും സിനിമ കണ്ട എല്ലാവരോടും ഭയങ്കര ഹൃദയം നിറഞ്ഞ നന്ദിയാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. ഞങ്ങൾ അവസാനം ടൈറ്റിൽ കാർഡ് എഴുതി കാണിച്ചിട്ടുണ്ട്, താങ്ക് യു ഓൾ ഫ്രം വിശേഷം ടീം എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്ന സാധനമാണ്. ഈ സിനിമയ്ക്ക് ഇത്രയും ഒരു അഭിപ്രായം ഉണ്ടാക്കി തന്നത് കണ്ട പ്രേക്ഷകരാണ്. ഈ കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായം ഇനി കാണാനുള്ള പ്രേക്ഷകർക്ക് കൊണ്ട് അവരറിഞ്ഞിട്ടുണ്ട്, അവർ വരും. അതാണ് നമുക്ക് പറയാനുള്ള സാധനം. ആബ്സല്യൂട്ട്ലി. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഒരു വലിയ ഹിറ്റായി മാറട്ടെ. വിശേഷം ഓൾറെഡി ഹിറ്റാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സുധീർ. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.